ഹായ് ഓൾ ആൻഡ് വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എങ്ങനെ ട്രേസിംഗ് ഷീറ്റിൽ ഡിസൈൻസ് വരയ്ക്കാമെന്ന് പറഞ്ഞിരുന്നു. ഇനി അത് എങ്ങനെ ഫാബ്രിക്കിലോട്ട് പകർത്താം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ നോക്കാൻ പോകുന്നത്. സോ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മൾ ഈ വരച്ച ഡിസൈൻ ഫിറ്റ് ചെയ്യുന്ന ഒരു ഹൂപ്പ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ ആദ്യം ചൂസ് ചെയ്ത് 16 ഇഞ്ചിൻ്റെ ഹൂപ്പാണ്. അപ്പോൾ അത് ചെയ്ത് കംഫർട്ടബിൾ അല്ലാത്തത് കൊണ്ട് ഞാൻ 12 ഇഞ്ചിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫാബ്രിക്കിൽ ഈ ഒരു ഡിസൈൻ വരച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ ഇവിടെ ചെയ്ത ഒരു മിസ്റ്റേക്ക് എന്തെന്ന് വെച്ചാൽ മെറ്റീരിയൽ ആദ്യമേ ഹൂപ്പിലേക്ക് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് ഡിസൈൻ പകർത്തുന്നതിന് മുന്നേ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അത് ഒരിക്കലും ചെയ്യരുത്. അതെന്തെന്ന് വെച്ചാൽ നമ്മൾ മെറ്റീരിയൽ ഹൂപ്പിലേക്ക് ഫിക്സ് ചെയ്തിട്ട് ഡിസൈൻ വരയ്ക്കുമ്പോൾ ഫാബ്രിക് ഒത്തിരി എക്സ്പാൻഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. നമ്മൾ തിരിച്ച് വർക്കെല്ലാം കഴിഞ്ഞ് എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ മെഷർമെൻറ്റ്സ് ഒക്കെ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചിടത്തായിരിക്കില്ല ഈ ബീഡ് വർക്ക്സ് ഒക്കെ കറക്റ്റായിട്ട് ഇരിക്കുന്നത്. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മൾ ഫാബ്രിക്കിലോട്ട് വരച്ചിട്ട് മാത്രമേ ഹൂപ്പിലോ ആരി വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കോട്ടിലോ നമ്മൾ ഫിക്സ് ചെയ്യാൻ പാടുള്ളൂ. ഇനി നമ്മൾ ഫാബ്രിക്കിൻ്റെ മുകളിൽ നമ്മൾ വരച്ച ഡിസൈൻ പിൻ വെച്ച് സെക്യൂർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ സീം റിപ്പയർ യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു പാറ്റേണിൻ്റെ മുകളിൽ കൂടെ ഹോൾസ് ഇട്ട് കൊടുക്കുക. ഈ പ്ലേസ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, നമ്മളുടെ കറക്റ്റ് മെഷർമെൻറ്റിലാണോ നമ്മൾ ഈ ഡിസൈൻ കറക്റ്റായിട്ട് ഇരിക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം ഒരു വാട്ടർ ഇറേസബിൾ പെൻ യൂസ് ചെയ്ത് നമ്മുടെ ഡിസൈനിൻ്റെ മുകളിൽ കൂടെ ഒന്ന് വരച്ചു കൊടുക്കാം. ഈ പെന്നിൻ്റെ മാർക്സ് ഒക്കെ നമ്മുടെ ഫാബ്രിക്കിൽ നിന്ന് റിമൂവ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. ജസ്റ്റ് വെള്ളം തൊട്ട് കൊടുത്താൽ മതി, പെട്ടെന്ന് അത് റിമൂവ് ആയിക്കോളും. ഭയങ്കര സേഫാണ്, അത് ഫാബ്രിക്കിന് കേടൊന്നും പറ്റത്തില്ല. അപ്പോൾ അതേ നമുക്ക് ഇങ്ങനെ കിട്ടും. ഞാൻ കുറച്ച് ക്ലിയർ അല്ലാത്തത് കൊണ്ട് അതിൻ്റെ മുകളിൽ കൂടെ വീണ്ടും വരച്ചതായിരുന്നു. ഇനി നമുക്ക് വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള കളറിലെ ബീഡ്സും ഒക്കെ യൂസ് ചെയ്തിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്, ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.